ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ഉണ്ട്. അത് നമ്മൾ 2 കൊല്ലം മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു വീഡിയോ വാച്ച് ചെയ്യാം. ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാൻ വരെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്ന് റിലീസാവണേണ് ജയിലിൽ നിന്ന്. നമ്മൾ 2.5 കൊല്ലം മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കിടന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മച്ചാൻ ഭയങ്കര കരച്ചിലാണ്. മച്ചാൻ്റെ ഇന്ന് കുറച്ച് കഞ്ചാവ് പിടിച്ചിട്ടാണ് മച്ചാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. നമ്മളൊരു കൊലക്കേസിലെ പ്രതിനെ ജസ്റ്റ് ഒന്ന് ജയിലിൽ അടിച്ച്, അതാണ് നമ്മുടെ കുറ്റം. മാക്സിമം നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ 2.5 കൊല്ലത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കണേണ്. ഇനി നമ്മുടെ കളികൾ പുറത്തായിരിക്കുള്ളൂ. ഈ സാറന്മാരൊക്കെയാണ് എന്നെ നല്ല രീതിയിൽ പിടിച്ചിടിച്ചേക്കണ സാറന്മാർ. സാറേ സുഖമല്ലേ? ഞാൻ പോണേണ്. ഒന്നും മറന്നിട്ടില്ലട്ടാ, ഒന്നും മറന്നിട്ടേ ഇല്ല. അപ്പോൾ ഓക്കെ സാറേ, നമുക്ക് പയ്യനെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാം. അതെ, ഈ സാറിനെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറേ ഇന്ന് റിലീസാണ്. എൻ്റെ ഓട്ടോറിക്ഷയൊക്കെ സേഫ് അല്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യനെ എടുക്കാം. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ പിടിച്ചിട്ടേക്കണേണ്. ആ ഇന്നോവയൊക്കെ നല്ല കിടിലൻ ഇന്നോവ, കുറേ ബൈക്കുകളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. നമുക്ക് പയ്യനെ ഓട്ടോറിക്ഷ എടുത്ത് നീങ്ങാം. ഓട്ടോറിക്ഷ കുറച്ചാളായി സ്റ്റാർട്ടാക്കിയിട്ട്, വണ്ടി ഫസ്റ്റ് അടിക്കുക തന്നെ സ്റ്റാർട്ടാക്കി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സീനൊന്നുമില്ല. പയ്യനെ റിവേഴ്സ് എടുക്കാൻ എന്തോ ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട് വണ്ടിയിൽ. ഇത്ര നാൾ കിടന്ന വണ്ടിയല്ലേ, 2 കൊല്ലത്തോളം കിടന്നല്ലേ, മിസ്സിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും വലിയ സീനൊന്നുമില്ല, നമുക്ക് പോവാം. നേരെ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ വീട് അടച്ചിട്ടേക്കണേണ് കുറച്ചാളായിട്ട്. ബ്രേക്ക് എന്തോ സീൻ കാണിക്കുന്നുണ്ടല്ലോ വണ്ടി. എന്താണ് വണ്ടി നിന്ന് പോണത്? ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, എന്തോ ഒടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യന് വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകാമെന്നുള്ള മൈൻഡാണ്. ആ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് പോകാമെന്നുള്ള മൈൻഡാണ്. ഇവിടെ ട്രെയിലറൊക്കെ കിടപ്പുണ്ടല്ലോ ഇവിടെ. വണ്ടിയുടെ ഡോറൊക്കെ കിടക്കണ നോക്കി. മറ്റേ പാർട്സ് വേണ്ടവർ ഇവിടെ വരാം. എന്തെന്നാണ് നമ്മുടെ സ്ക്രാപ്പ് പോലെയാണ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് കിടക്കുന്നത്. ഇവിടെ ഇഷ്ടംമാതിരി വണ്ടിയുണ്ട്. അത് JCB ഒക്കെ കിടപ്പുണ്ടല്ലോ. അത് ട്രെയിലറിൻ്റെ ബോഡി ഇല്ലാത്തത്, ഇടിച്ച് പൊളിഞ്ഞ വണ്ടി, സ്കോർപ്പിയോ, കുറേ വണ്ടികൾ കിടപ്പുണ്ടല്ലോ ഇവിടെ നിന്ന്. നമുക്ക് പയ്യനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കാം. നമുക്ക് രമണി ചേച്ചിയുടെ വണ്ടിയാണ് ആദ്യം കിടക്കണേ. നമുക്ക് രമണി ചേച്ചി അവിടെ നിൽപ്പുണ്ടല്ലോ, നമുക്ക് പയ്യനെ പോവാം. ചേച്ചി, ഒരു സവാരി വേണം, എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. എന്ത് പറയാനാ ചേച്ചി, കള്ളക്കേസിൽ കുടുക്കിയതല്ലേ. നമ്മളൊന്നും ചെയ്യാണ്ട് കിടന്ന എന്നെ കള്ളക്കേസിൽ കുടുക്കിയതല്ലേ ചേച്ചി. എന്ത് ചെയ്യാനാ, ആൾക്കാർ പറയണവര് കിടന്ന് പറയട്ടെ ചേച്ചി. അത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പോൾ ആ കാണുന്ന പച്ച വീട്, അതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് നിർത്തിക്കോ. അങ്ങനെ കഴിച്ച് രമണി ചേച്ചി നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. വീട് കുറേ കാലമായി പൊടിയൊക്കെ പിടിച്ച് കിടക്കണേണ് വീട്. നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കണം. അപ്പോൾ വീടിൻ്റെ താക്കോല് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ താക്കോല് വന്നിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ സ്റ്റേഷനിൽ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ വാച്ച്, കണ്ണട, അതൊക്കെ ഇനി കിട്ടുമെന്ന് തോന്നണില്ല. ഇപ്പോൾ എന്നാ തന്നെ റിലീസ് ചെയ്തിട്ടത് വലിയ കാര്യമായിരുന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. നമുക്ക് പയ്യനൊന്ന് കുളിച്ച് മാറി സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവാം. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വണ്ടി എടുക്കണം, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി വണ്ടി എടുക്കാം. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പഴയ സൈക്കിള് ഇരിപ്പുണ്ട്, എയറുണ്ടാകുന്ന ദൈവത്തിനറിയാം. അപ്പോൾ നമ്മുടെ ചേറുവിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ചേറു ഇപ്പോൾ ഇങ്ങാട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ബസ്സിൽ നിന്ന് ഇങ്ങാട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചേറു. അപ്പോൾ നമുക്ക് പയ്യനെ ചേറുവിൻ്റെ വീട്ടിൽ പോയിട്ട് ചേറുവിൻ്റെ ഒരു ബൈക്ക് എടുത്തിട്ട് വരാം. ചേറുവിൻ്റെ ഇപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേറു ഇവിടെ വന്ന് ഭയങ്കര സെറ്റപ്പായി. അപ്പോൾ നമുക്ക് പയ്യനെ അങ്ങോട്ട് പോവാം, നമ്മുടെ ചേറുവിൻ്റെ വീട്ടിലേക്ക് പോവാം. ചേറുവിൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, കുറച്ച് ദൂരം ചവിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് പയ്യനെ ചേറുവിൻ്റെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ചേറുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ഒരു വണ്ടി എടുത്തിട്ട് വരാം. അങ്ങനെ ആയ സമയത്ത് ഇവിടെ ചേറുവിൻ്റെ വീട്ടിൽ വന്ന് സൈക്കിളൊക്കെ കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ചേറുവിൻ്റെ വണ്ടികളുണ്ടാ, G-Wagon, 3-4 ബൈക്ക്, ഒരു ഇന്നോവ, അവൻ്റെ പിന്നെ എന്തോ വേറെ ഏതൊരു വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. അവൻ അതും കൊണ്ടാണ് പോയേക്കണത്. അപ്പോൾ അവനെ വിളിച്ചു നോക്കാം. 3 ബൈക്കൊക്കെയാണ് ചെക്കൻ്റെ ഇരിക്കണത്, 3 ബൈക്ക്, 3 കാറ്, എന്തൊക്കെയാണ് ചെക്കൻ്റെ ഇരിക്കണത്. അപ്പോൾ നമുക്ക് പയ്യനെ അവനൊന്ന് വിളിച്ചു നോക്കാം. അവനെപ്പോഴാണ് വന്നേന്ന് അറിയില്ല, അവനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ചെക്കൻ കുറച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചെക്കൻ നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡൂക്ക് എടുക്കാനാണ് താല്പര്യം. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞേ. നിനക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നീ ഇവിടെ നിർത്തോ, ഇതൊക്കെ നമ്മുടെ വണ്ടിയാണ്. നീക്ക് ഏത് വണ്ടി വേണമെങ്കിലും നീ ഇവിടെ നിർത്തും, നമുക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആ ഡ്യൂക്ക് വന്നിരാ, നീ എടുത്തോണ്ട് പോക്കോളാ. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യനെ നമ്മളുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വീട്ടിലും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, പിന്നെ ശരിക്കുമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ 2 കൊല്ലം മുമ്പ് നമ്മൾ ഇടണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ നമുക്ക് ഇപ്പോഴാണ് ഇടാനായിട്ടൊരു സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിത് വേറെ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെ ആക്കി എടുത്തേക്കണത്.
നല്ലൊരു കിടിലൻ വീഡിയോ നമ്മുടെ പുറകെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.